ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ 6 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിനെല്ലാത്തിനും നിങ്ങൾ ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനിലും വരുന്ന സബ് ക്വസ്റ്റ്യനും ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്യണം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ 3ക്കും ക്വസ്റ്റ്യൻ 4നും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, എയും ബിയും ഉണ്ട്. അതിലേതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നമുക്കിവിടെ തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ആക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് 4 cm. വൺ ഓഫ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ഈസ് 40 ഡിഗ്രി. നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്കിൾ നൽകിയിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 cm ആണ്. ഈ സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. ഇതുമായി ബന്ധപ്പെട്ട് താഴെ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, വാട്ട് പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് ഷെയ്ഡഡ്? ഈ സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സർക്കിൾ എന്ന് പറയുന്നത് മുഴുവൻ ആകെ ടോട്ടൽ എത്ര ഡിഗ്രിയാണ്? 360, 360 ഡിഗ്രി ആംഗിളാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ടോട്ടൽ 360 ഡിഗ്രിയാണ്. അതിൽ 40 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 360 ടോട്ടൽ ഉള്ളതിൽ 40 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ടോട്ടലാണ് നമ്മൾ അടിയിൽ എഴുതിയത്. ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ ടോട്ടൽ എത്രയാണ്? 360. എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? 360ൽ 40 ഭാഗമാണ്. ഓക്കെ, സോ നമുക്കിതിനെ ഒന്നുകൂടി ചെറുതാക്കാം. 0 കട്ട് ചെയ്യാം. മുകളിലും തായും ഒരു 0 ആണ്. സോ അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4/36 കിട്ടി. ഇതിനെ വീണ്ടും ചെറുതാക്കാൻ കഴിയും. 36ൽ 4 പോകും. 36 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. 36ൽ എത്ര 4 ഉണ്ട്? 9 ആണ്. 4ൽ ഒരു 4 ആണ്. 1/9 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് 9ൽ ഒരു ഭാഗമാണ്. 1/9 ആണ് ആൻസർ. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. മെഷർ ആൻഡ് റൈറ്റ് ദി അതർ 2 ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ മുകളിലുള്ള ആംഗിൾ 40 ഡിഗ്രി ആണ് നൽകിയിട്ടുണ്ട്. മറ്റു 2 ആംഗിൾസ് കൂടി മെഷർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് 70 ഡിഗ്രി ആണ് വരുന്നത്. ഒരു ആംഗിൾ 70 ഡിഗ്രി, രണ്ടാമത്തെ ആംഗിളും 70 ഡിഗ്രി ആണ് വരുന്നത്. ഇനി ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്? ഇതേപോലെയുള്ള എത്ര ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ കഴിയും? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. 360നെ എത്ര 40കളാക്കാൻ പറ്റും എന്ന് നോക്കിയാൽ മതി. 360ൽ എത്ര 40 ഉണ്ട്? അതിന് 360 ഡിവൈഡഡ് ബൈ 40 ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തതാണ്. 360 ഡിവൈഡഡ് ബൈ 4, 0 കട്ട് ചെയ്യുക. 36 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. ആൻസർ 9 കിട്ടും. ഓക്കെ, സോ നമുക്ക് എത്ര പാർട്ട് ആക്കാൻ പറ്റും? ഈ ഒരു സർക്കിളിനെ 9 പാർട്സ് ആണ് ആക്കാൻ പറ്റുക. 40 ഡിഗ്രി വരുന്ന 9 പാർട്സ് ആണ് ഈ ഒരു സർക്കിൾ നമുക്ക് ആക്കാൻ പറ്റുക. സോ നമ്മുടെ ആൻസർ ഈസ് 9 എന്നാണ്. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദി ട്രയാങ്കിൾ ഇൻസൈഡ് ദി സർക്കിൾ? ഈ സർക്കിളിന്റെ ഉള്ളിലുള്ള ഈ ഒരു ട്രയാങ്കിളിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവനകൾ താഴെ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചത്. വൺ ഓഫ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആണെന്നാണ് പറയുന്നത്. ആണോ? അല്ല. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ 90 ഡിഗ്രി വരുന്നതിനാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ 90 ഡിഗ്രി വരുന്നില്ല, 70 ഡിഗ്രിയും 40 ഡിഗ്രിയുമാണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? ദ 2 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആർ ഈക്വൽ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡിലുള്ള ആംഗിൾസ് ഈക്വൽ ആണ്, തുല്യമാണ്. ശരിയാണ്. 2 ആംഗിൾസ് എന്താണ്? 70 ഡിഗ്രി എന്നാണ് വരുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി 3, ദ 3 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആർ ഈക്വൽ. ഈ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും ഈക്വൽ ആണ്. അല്ല, തെറ്റാണ് അല്ലേ. 2 സൈഡ് മാത്രമേ ഈക്വൽ ഉള്ളൂ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ 3 ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ആർ ലെസ് ദാൻ 90 ഡിഗ്രിനെക്കാട്ടിലും താഴെയാണ് ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും വരുന്നത്. അതെ, 70യും 40യുമാണ്. 90നെക്കാട്ടിലും താഴെയല്ലേ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് 2, 4 ശരി. അതേതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 4 ആർ കറക്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഇന്നർ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്ടാങ്കിൾ വാട്ടർ ടാങ്ക് ആർ 90 cm, 70 cm, 50 cm റെസ്പെക്റ്റീവ്ലി.
അതായത് ഇവിടെ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ റെക്റ്റാങ്കുലർ വാട്ടർ ടാങ്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. 90, 70, 50 എന്നാണ്. വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട് വോളിയം കാണാനുള്ളത്. വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ ക്വസ്റ്റ്യനിൽ അതേപോലെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. 90, 70, 50 എന്ന്. സോ നമുക്ക് എന്താണ് വോളിയം കാണാൻ എന്ത് ചെയ്താൽ മതി? 70 ഇൻറ്റു 90 ഇൻറ്റു 50 എന്ന് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് വോളിയം കിട്ടും. സോ നമുക്കിത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? സീറോസ് ഇല്ലാതെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം 5 ഇൻറ്റു 9 ചെയ്യുക. 5 ഇൻറ്റു 9 എത്രയാണ്? 45 ആണ് അല്ലേ? അതെല്ലാവർക്കും അറിയാം. 5 ഇൻറ്റു 9 45 ആണ്. ഇനി 45 ഇൻറ്റു 7 ചെയ്യാം. 0 നിങ്ങൾ ആദ്യം കൂട്ടരുത്. 5 ഇൻറ്റു 7 എത്രയാണ്? 35 ആണ്. 5 എഴുതി 3 ബാലൻസ് എഴുതി. 4 ഇൻറ്റു 7 28 ആണ്. 28നോട് 3 കൂട്ടുക 31. നിങ്ങൾക്ക് അവിടെ 315 എന്ന് കിട്ടി. 350. നമ്മൾ നേരത്തെ ബാക്കി വെച്ച സീറോസ് ഇട്ട് കൊടുക്കുക. ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ആണ്. 15ൻ്റെ ഒരു 0, 19ൻ്റെ ഒരു 0, 17ൻ്റെ ഒരു 0. ആൻസർ ആയി 3,15,000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് വോളിയത്തിന്റെ യൂണിറ്റ് ക്യൂബിക് സെന്റിമീറ്റർ ആണ്. സിമ്പിൾ ആയിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് കൂടി പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. നൗ ദി ടാങ്ക് ഹോൾഡ്സ് 189 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഹൗ ഹൈ ഈസ് ദി വാട്ടർ ഇൻ ദി ടാങ്ക്? ഇവിടെ നമുക്ക് 189 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എന്ന് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. അതായത് വോളിയം എത്രയാണ്? 3 സീറോസ് ഇട്ട് നോക്കിയാൽ മതി. 1,89,000 ആണ് ഇവിടെ വോളിയം വരുന്നത്. നമുക്ക് ഹൈറ്റ് ആണല്ലോ കാണേണ്ടത്. ക്വസ്റ്റ്യനിൽ ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൈറ്റ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. വോളിയം നമുക്കറിയാം 1,89,000 ആണ്. അത് അവിടേക്ക് എഴുതി കൊടുക്കുക. ലെങ്ത്തും വിഡ്ത്തും നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞ നോക്കിയാൽ ലെങ്ത് എന്നാണ്. സോ ആദ്യത്തെ നമ്പർ ഏതാണ്? 90 ആണ്. അതായിരിക്കും ലെങ്ത്. രണ്ടാമത് വിഡ്ത്ത് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ നമ്പർ ആയിരിക്കും വിഡ്ത്ത്. അപ്പോൾ 90 ഇൻറ്റു 70 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് 90 ഇൻറ്റു 70 ആദ്യം ചെയ്യാം. സിമ്പിളായിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? സീറോസ് ഇല്ലാതെ 9 ഇൻറ്റു 7 ചെയ്യാം. 9 ഇൻറ്റു 7 എത്രയാണ്? 63 ആണ്. പിന്നെ നമ്മുടെ 2 സീറോസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതായത് 6,300 കിട്ടി. ഇനി നമുക്ക് ഇവിടെയുള്ള സീറോസ് വെട്ടിക്കളയാം. താഴെ 2 സീറോസ് ആണുള്ളത്. സോ മുകളിലെയും 2 സീറോസ് വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് 1890 ഡിവൈഡഡ് ബൈ 63 എന്ന് കിട്ടും. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. സീറോസ് അവിടെ മാറ്റി നിർത്തുക. നമുക്ക് 189 ഡിവൈഡഡ് ബൈ 63 ചെയ്ത് നോക്കാം. ഓക്കെ, 189 ഡിവൈഡഡ് ബൈ 63 ചെയ്ത് നോക്കുക. 189ൽ 363 ആണുള്ളത്. 3 ഇൻറ്റു 63 189 ആണ്. ബാലൻസ് 0. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു 0 ഉണ്ടായിരുന്നു. അത് 3 കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. 30 ആണ് നമ്മുടെ ആൻസർ. ഹൈറ്റ് വരുന്നത് 30 ആണ്. ഓക്കെ, അടുത്തത് സി ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ചേഞ്ച് ഇൻ ദി വോളിയം ഓഫ് ദി ടാങ്ക് ഓഫ് ഇറ്റ്സ് ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ ഡബിൾഡ്? ഇനി ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഡബിൾ ആവുമ്പോൾ വോളിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ കുറിച്ച് താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് ശരി എന്നാണ്. ഓപ്ഷൻ എ പറയാണ് ദ വോളിയം ഈസ് ഡബിൾഡ്. ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഡബിൾ ആകുമ്പോൾ വോളിയമും ഡബിൾ ആകുന്നു എന്നാണ് പറയുന്നത്. നോക്കാം, വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ പറയാണ് എല്ലാം ഡബിൾ ആവുകയാണ്, 2 മടങ്ങ് ആവുകയാണ് എന്നാണ് പറയുന്നത്. അതായത് എൽ എന്നുള്ളത് 2L ആവും, 2 വിഡ്ത്ത് ആവും, 2 ഹൈറ്റ് ആവും അല്ലേ? എല്ലാം ഡബിൾ ആവുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് നമ്പേഴ്സ് മാത്രം ഇൻറ്റു ചെയ്യാം. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്രയാണ്? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു L ഇൻറ്റു W ഇൻറ്റു H എന്നാവും. 8നോട് നമ്മൾ ലെങ്ത്തിനെയും വിഡ്ത്തിനെയും ഹൈറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ലെങ്ത്തിൻ്റെയും വിഡ്ത്തിൻ്റെയും ഹൈറ്റിൻ്റെയും 8 മടങ്ങാവും എന്ത്? വോളിയം. ഓക്കെ, സോ അതിലേതാണ്? ദ വോളിയം ഇൻക്രീസ്ഡ് ബൈ 8 ടൈംസ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 3 ആണ്. 3ക്ക് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. നമുക്ക് ആദ്യം എ ക്വസ്റ്റ്യൻ നോക്കാം. By which number should the numerator and denominator be divided to get the lowest term of 12
12/15 നമുക്ക് 12/15 അതിൻ്റെ ലോവസ്റ്റ് ടേമിലേക്ക് കൊണ്ടുവരണം, അതായത് ചെറുതാക്കണമെങ്കിൽ നമ്മൾ ഏതൊരു നമ്പറുമായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത്. സോ അതിന് നിങ്ങൾ നോക്കേണ്ടത് ആദ്യം 12/15 രണ്ടും ഏതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പോകുന്നത് എന്ന് നോക്കാം. 12 നിങ്ങൾ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ നോക്കിക്കേ, ആണല്ലേ. 15 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ, നമുക്ക് നോക്കാം. അല്ല, 15 എന്നുള്ളത് 2ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നില്ല. സോ അടുത്ത നമ്പർ 3 നോക്കാം. 3 12ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നുണ്ടോ, ഉണ്ടല്ലേ. എത്രയാണ്? 4 × 3 12 ആണ് അല്ലേ. 4 × 3 12 ആണ്. അടുത്തത് 15ൻ്റെത് നോക്കിക്കേ, 5 × 3 15 ആണ്. രണ്ടിലും ഏത് നമ്പറാണ് പോകുന്നത്? കോമൺ ആയിട്ട് 3 എന്ന നമ്പർ പോകുന്നുണ്ട്. ഏറ്റവും ചെറിയ നമ്പർ പോകുന്ന ഏറ്റവും ചെറിയ നമ്പർ എത്രയാണ്? 3 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ എന്താണ്? 3 ആണ്. നമ്മൾ രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ ലോവസ്റ്റ് ടേമിലേക്ക് പോകാൻ പറ്റുക. നമുക്ക് ലോവസ്റ്റ് ടേം വെറുതെ ഒന്ന് കണ്ടെത്താം. 12/3 ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് 4 എന്ന് കിട്ടും. ഇനി 15നെയും നിങ്ങൾ /3 ചെയ്ത് നോക്കുക. 15/3 എത്രയാണ്? 5 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് 15/3 ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. നമുക്ക് ഏതാണ്? 4/5 എന്ന ഫ്രാക്ഷൻ കിട്ടി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ടേം. ലോവസ്റ്റ് ടേം ഏതാണെന്നല്ല ചോദിച്ചിട്ടുള്ളത്, ഇവിടെ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, നമുക്ക് ലോവസ്റ്റ് ടേം കിട്ടാൻ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നാണ്. 3 ആണ് ആൻസർ. ഓക്കെ, അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 16 cakes are divided equally among 6 people, the portion that each person gets is the same as if the 8 cakes are divided equally among how many people? അതായത് 16 കേക്ക് നമ്മൾ 6 ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന പോർഷൻ എന്ന് പറയുന്നത് 8 കേക്കിനെ എത്രയാക്കി ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ 16 കേക്ക് ഉണ്ടെങ്കിൽ 6 ആൾക്കാർക്കാണ് കൊടുക്കുന്നത് എന്നാണ്. നമ്മൾ ഇതിനെ വെറുതെ ഒന്ന് പകുതിയാക്കാം. 16നെ പകുതിയാക്കിയാൽ എത്രയാണ്? 8 ആണ്. അപ്പോൾ നിങ്ങൾ 6നെയും പകുതിയാക്കണം, 3. നമ്മുടെ കയ്യിൽ 8 കേക്ക് ആണെങ്കിൽ 3 ആൾക്കാർക്കാണ് കൊടുക്കാൻ പറ്റുക. അതാണല്ലോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 8 കേക്ക് ആണെങ്കിൽ എത്ര ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും എന്നാണ്. ആൻസർ എത്രയാണ്? 3 എന്നാണ്. ഓക്കെ, 3 ആൾക്കാർക്കാണ് കൊടുക്കാൻ പറ്റുക. ഓക്കെ, അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. 42 meters of cloth were brought for shirt of the uniform. 42 മീറ്റർ ഉള്ളൊരു തുണി ഷർട്ടിനായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇഫ് വാസ് കട്ട് ഈക്വൽ ടു 24 students, how many meters of cloth did each student get? 42 മീറ്റർ ഉള്ള ക്ലോത്ത് 24 കുട്ടികൾക്കായിട്ട് നമ്മൾ മുറിക്കുകയാണെങ്കിൽ ഒരാൾക്ക് കിട്ടുന്നത് എത്ര? ഇവിടെ നമ്മുടെ കയ്യിൽ 42 മീറ്റേഴ്സ് തുണിയാണ് 24 ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. 42നെ 24 ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്യണം. നമുക്കിതിനെ ചെറുതാക്കാം. 42 / 24 ചെറുതാക്കാം. 2ലും 2 പോവും. 4 എത്ര? 2 ഉണ്ട്, 2 ആണ്. 2ൽ എത്ര? 2 ഉണ്ട്, 1 ആണ്. 42നെ നമുക്ക് 21 എന്ന് എഴുതാം. ഇതേപോലെ 24, 2ൽ എത്ര? 2 ഉണ്ട്, 1. 4 എത്ര? 2 ഉണ്ട്, 2. 21 / 12 എന്ന് കിട്ടി. നമുക്കിതിനെ വീണ്ടും ചെറുതാക്കാം. 2ൽ 2 പോവില്ല, 21ൽ 2 പോവില്ല, 3 പോവും. സോ നമുക്ക് 21ൽ എത്ര? 3 ഉണ്ട്, 7. 12ൽ എത്ര? 3 ഉണ്ട്, 4. a/4 എന്ന് കിട്ടി. ഇനി ഇത് വീണ്ടും ചെറുതാക്കാൻ കഴിയില്ല. സോ നമുക്കിനി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 7 / 4 എന്നാണ് ചെയ്യേണ്ടത്. എയിൽ എത്ര? 4 ഉണ്ട്, 1 ആണ്. ഒരു 4, ബാലൻസ് റിമൈൻഡർ 3 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതാം? ഇവിടെയുള്ള മുകളിൽ കിട്ടിയിട്ടുള്ള 1 ആണ് ഹോൾ നമ്പർ, താഴെയുള്ള റിമൈൻഡർ ആയിട്ടുള്ള 3 ആണ് ന്യൂമറേറ്റർ, പിന്നെ നമ്മുടെ ഈ 4 ആണ് ഡിനോമിനേറ്റർ. 1 3/4 എന്ന് കിട്ടി. 1 3/4 ആണ് ഒരാൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഈച്ച് സ്റ്റുഡൻറ്റിന് എത്ര കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ട്. 1 3/4 ആണ് ആൻസർ. അടുത്തത് ഡി ക്വസ്റ്റ്യൻ. എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇറ്റ്സ് റീസൺ ആർ ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെന്റും അതിന്റെ കാരണം താഴെ നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2/3 is the lowest term of 24/36. 24/36ന്റെ ഏറ്റവും ചെറിയ രൂപം ആണ് 2/3. Reason: the greatest common factor of 24 and 36 is 12, and when the numerator and denominator is divided by 12, the result is 2/3. 24/36ന്റെ ഏറ്റവും ചെറിയ രൂപമാണ് 2/3 എന്നാണ്. അതിനുള്ള കാരണം ഇവിടെ പറയുന്നത് 24ന്റെയും 36ന്റെയും ഏറ്റവും വലിയ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 12 ആണ്.
നമ്മൾ 12നെ കൊണ്ട് ന്യൂമറേറ്ററിനെയും അതായത് 24നെയും 36നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2/3 ആണ് കിട്ടുന്നത് എന്നാണ്. 24ൻ്റെയും 36ൻ്റെയും ഏറ്റവും വലിയ കോമൺ ഫാക്ടർ 12 ആണ്. ഓക്കെ, സോ നമുക്ക് 12നെയും 36നെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2/3 ആണ് കിട്ടുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റും അതിനുള്ള കാരണവും ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് 3ലെ ബി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് 2 ഫോംസ് ഓഫ് 1/3, 1/2 ഹാവിംഗ് ദി സെയിം ഡിനോമിനേറ്റർ. 1/3ൻ്റെയും 1/5ൻ്റെയും മറ്റൊരു ഫോം എഴുതണം. പക്ഷെ എന്താണ്, സെയിം ഡിനോമിനേറ്റർ ആയിരിക്കണം. നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/3ഉം 1/5ഉം ആണ് അല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള ഈ ഒരു 3നെ 1/3യിലെ 3നെ നിങ്ങൾ എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്യുക, 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 എത്ര നിങ്ങൾക്ക് കിട്ടും? 3 × 5 15 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 1/5 ഉള്ള 5നെ നിങ്ങൾ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 3 എത്രയാണ്? 15. ഡിനോമിനേറ്റർ സെയിം ആയില്ലേ. ഇനി ഡിനോമിനേറ്റർ ഏതുകൊണ്ടാണോ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ആ നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 5 ചെയ്യുക ആദ്യത്തതിൽ, രണ്ടാമത്തതിൽ 1 × 3 ചെയ്യുക. 5/15ഉം 3/15ഉം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തത് ബി. Will 21/26 be there in the different forms of 2/3? Why? 21/27 2/3ൻ്റെ ഡിഫറെൻറ്റ് ഫോംസിൽ ഉണ്ടാവുമോ? കാരണം എന്താണെന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. 21/27 2/3 ആണോ എന്നാണ്. 3നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 27 കിട്ടുന്നത്? 9 കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ന്യൂമറേറ്ററിനെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടേ. 2 × 9 എത്രയാണ്? 21 ആണോ? അല്ല, 18 ആണ് അല്ലേ. സോ ഇവിടെ എന്ത് പറയാം, 21/27ൻ്റെ ചെറിയ രൂപമല്ല 2/3 എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഒരിക്കലും 2നെ 21 ആക്കാൻ പറ്റില്ല. കാരണം 2ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ 21 വരുന്നുണ്ടോ? ഇങ്ങനെയും ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി റൈറ്റ് ആൻസർ വെൻ കോളം എ ആൻഡ് ബി ആർ മാച്ച്ഡ്. കോളം എയും ബിയും ഏത് മാച്ച് ചെയ്ത് കറക്റ്റ് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ്. 1 of 3 divided into 4 equal parts. അതായത് ഇവിടെ 3 divided into 4 എന്നാണ്. 3നെ 4 ഭാഗങ്ങളാക്കി 3 divided by 4. അത് ഏതാണ് ഓപ്ഷനിൽ വരുന്നത്? Z ആണ് അല്ലേ. പിന്നെ നിങ്ങൾ സെറ്റിലേക്ക് വരച്ചു കൊടുക്കണം. രണ്ടാമത്തത് 1 of 4 divided into 3 equal parts. 4നെ 3 ആക്കിയിട്ടുള്ള 1, 4 divided by 3, അതായത് ഓപ്ഷൻ എക്സ് ആണ്. അടുത്ത് 2 of 1 divided into 3, 1നെ 3 ആക്കിയിട്ടുള്ള 2 എണ്ണം, അതായത് 1/3 plus 1/3 എത്രയാണ്? 2/3 ആണ്. 2/3 എന്ന് വരുന്നത് ഏതാണ്? ഓപ്ഷൻ വൈ ആണ്. സോ ഇവിടെ വരുന്നത് ഉത്തരം എന്ന് പറയുന്നത് PZ ആണ്. അടുത്തത് QX ആണ്. Y ആണ്. അതേതാണ് ഓപ്ഷനിൽ വരുന്നത് നോക്കിക്കേ? ബി. ഓപ്ഷൻ ബി, PZ QX RY. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇത് ക്വസ്റ്റ്യൻ 4 ആണ്. എയും ബിയും ഉണ്ട്. നമുക്ക് ആദ്യം എ ഡിസ്കസ് ചെയ്യാം. 1/2 plus 1/4 is equal to 3/4. 3/4 plus 1/8 is equal to 7/8. 7/8 plus 1/16 is equal to 15/16. Write the next 2 lines of the pattern. ഈ പാറ്റേണിൻ്റെ അടുത്ത 2 വരി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ഒരു പാറ്റേണിന് പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവസാനിക്കുന്ന ഫ്രാക്ഷൻ ആണ് തുടങ്ങുന്നത്. മുകളിൽ 3/4 ആണ് അവസാനിച്ചത്, അതാണ് രണ്ടാമത്തെ പാറ്റേണിൽ തുടങ്ങുന്നത്. രണ്ടാമത്തെ പാറ്റേണിൽ 7/8 ആണ് തുടങ്ങുന്നത്, 7/8 എന്നാണ്. സോ നമുക്ക് നൽകിയിട്ടുള്ള അവസാനത്തെ പാറ്റേൺ അവസാനിക്കുന്നത് 15/16 ആണ്. സോ നമ്മൾ നെക്സ്റ്റ് പാറ്റേൺ തുടങ്ങുന്നത് 15/16 എന്നാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഫ്രാക്ഷൻ കിട്ടി, എന്നിട്ട് പ്ലസ് എന്നിട്ട് കൊടുക്കുക. ഇനി രണ്ടാമത്തതിൽ വരുന്നത് എല്ലാം 1 ആണ്. ന്യൂമറേറ്റർ വരുന്നത് എല്ലാം 1 ആണ്. സോ നമ്മൾ 1 ഇട്ട് കൊടുക്കുക. ഇനി അടിയിൽ വരുന്നതോ? അടിയിൽ വരുന്നത് മറ്റേ ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ഡബിൾ ആണ്. ഡിനോമിനേറ്റർ 2 + 2 ആണ് 4, 4 + 4 ആണ് 8, 8 + 8 ആണ് 16. സോ നമ്മളിവിടെ 16 + 16 എഴുതണം, 32. ഓക്കെ, 16ൻ്റെ ഡബിൾ ആണ് ഇവിടെ ഡിനോമിനേറ്റർ വരുന്നത്. ഇനി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിനോമിനേറ്റർ സെയിം തന്നെയാണ് വരുന്നത്. അതായത് രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ തന്നെയാണ് അവസാനത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ആയിട്ടും എഴുതിയിട്ടുള്ളത്. സോ നമുക്കിവിടെ എന്ത് എഴുതാം? 32 എന്ന് എഴുതാം. ഓക്കെ, അവിടെ നിങ്ങൾ 32 എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. മുകളിലുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 32നോട് 1 കുറച്ചാൽ മതി. കാരണം മറ്റുള്ളതിലൊക്കെ നോക്കിക്കേ, 16 - 1 15 ആണ്, 8 - 1 7 ആണ്, 4 - 1 3 ആണ്. സോ എല്ലാം എന്താണ്? 1 കുറച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ 32 - 1 ചെയ്യുക.
എത്രയാണ് 31 ആണ്. ഓക്കെ, അവിടെ 31/2 എന്നാണ് കിട്ടുന്നത്. ഇനി രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ ഒന്നും കൂടി എഴുതണം. 31/32 എന്നാണ് നമ്മുടെ ഫ്രാക്ഷൻ തുടങ്ങുന്നത്. ഓക്കെ, എവിടെയാണോ അവസാനിച്ച് അവിടെയാണ് തുടങ്ങുന്നത്. പ്ലസ് ഇട്ട് കൊടുക്കുക. ന്യൂമറേറ്റർ എന്താണ് 1 ആണ്. 1 എന്ന് എഴുതി കൊടുക്കുക. ഇനി ഡിനോമിനേറ്റർ 32ന്റെ ഡബിൾ ആണ്. എത്രയാണ് 64 ആണ് വരുന്നത്. ഇനി അടുത്ത ഡിനോമിനേറ്ററും 64 തന്നെയാണ്. ന്യൂമറേറ്റർ ഒന്ന് കുറച്ചാൽ മതി, അതായത് 63/64 എന്ന് കിട്ടി. ഓക്കെ, ഈ ഒരു പാറ്റേണിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. മിൽക്ക് ഈസ് കെപ്റ്റ് ഇൻ എ ലാർജ് വെസൽ ആൻഡ് സ്മോൾ വെസൽ. മിൽക്ക് ഒരു വലിയൊരു പാത്രത്തിലും ചെറിയൊരു പാത്രത്തിലും വെച്ചിട്ടുണ്ട്. ദർ ഈസ് 8 3/4 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഇൻ ദി ലാർജ് വെസൽ. വലിയ വെസലിൽ, വലിയ പാത്രത്തിൽ 8 3/4 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആണ്, പാലാണ് ഉള്ളത്. ഇഫ് 1/4 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് പ്യൂർഡ് ഫ്രം ദി ലാർജ് വെസൽ ടു ദി സ്മോൾ വെസൽ, ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദി ബോത്ത് വെസൽ ബിക്കം ദി സെയിം. അതായത് വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ 1/4 മിൽക്ക് ഒഴിക്കുകയാണെങ്കിൽ ലാർജ് വെസലിലും സ്മോൾ വെസലിലും ഉള്ള പാലിൻ്റെ അളവ് തുല്യമായിരിക്കും. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദി സ്മോൾ വെസൽ ഇൻ ദി ബിഗിനിങ്? അങ്ങനെയെങ്കിൽ തുടക്കത്തിൽ ഈ ഒരു ചെറിയ പാത്രത്തിലുള്ള പാലിൻ്റെ അളവ് എത്രയെന്നാണ് കണ്ടെത്താം. വലിയ പാത്രത്തിലുള്ള പാലിൻ്റെ അളവ് 8 3/4 ആണ്. ഇതിൽ നിന്നും 1/4 കുറച്ചാൽ സെയിം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സോ 8 3/4 മൈനസ് 1/4 ചെയ്താൽ മതി. ഇവിടെ പറയാണ് നമ്മുടെ കയ്യിലൊരു ബിഗ് വെസലുണ്ട്, ഒരു സ്മോൾ വെസലുണ്ട്. ഈ ബിഗ് വെസലിൽ ഉള്ള പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട് 8 3/4 ആണ്. ഓക്കെ, 8 3/4 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആണുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ സ്മോൾ വെസലിലേക്ക് 1/4 ഒഴിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് 8 3/4 1/4 ഒഴിക്കുക, അതായത് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. 8 3/4 മൈനസ് 1/4 എത്രയാണ്? 8ൽ നിന്ന് 1 കുറച്ചാൽ a ആണ്. 3/4 കുറച്ചാൽ അരയാണ്. സോ 7 1/2 ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ എന്താണ്, ഇത് ഈക്വൽ ആണ്. 7 1/2 എന്താണ്, ഈ രണ്ട് വെസലിലും ഇപ്പോൾ ഈക്വൽ ആണ്. ഈ സ്മോൾ വെസലിൽ ഇപ്പോഴുള്ള പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് 7 1/2 ആണ്. പക്ഷേ ഇത് നമ്മൾ 1/4 ഒഴിച്ചപ്പോഴുള്ള അളവാണ്. നമ്മളോട് ചോദിച്ചത് ഇത് ഒഴിക്കാത്തപ്പോഴുള്ള അളവ് എന്നാണ്. സോ ഒഴിച്ചത് എത്രയാണോ അത് നമ്മൾ കുറയ്ക്കുക. അതായത് 7 1/2 നിന്നും നമ്മൾ എത്രയാണ് ഒഴിച്ചിട്ടുള്ളത്? 1/4 ആണ് ഒഴിച്ചിട്ടുള്ളത്, അത് കുറയ്ക്കുക. ഓക്കെ, കാരണം എന്താണ്, ഒഴിക്കുന്നതിൻ്റെ മുൻപേ ആയിട്ടുള്ള അളവാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ 7 1/4 മൈനസ് 1/4. 7ന് 1 കുറച്ചാൽ 6 ആണ്. അരയിന്ന് 4 കുറച്ചാൽ എത്രയാണ്? 4 ആണ്. ഓക്കെ, 6 1/4 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. ദ സം ഓഫ് ദി ഫ്രാക്ഷൻസ് ഇൻ കോളം ഈസ് ഗിവൺ ഇൻ കോളം ബി ഇഫ് they are matched. Which of the following is the correct answer? ഇവിടെ നിങ്ങൾ എ കോളത്തിൽ 2 ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടുന്നതാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് 1/2 പ്ലസ് 1/3 ആണ്. അത് നമുക്ക് താഴേക്ക് എടുത്ത് എഴുതാം. 1/2 പ്ലസ് 1/3 എന്നാണ്. സോ ഇതിന് നിങ്ങൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. കൂട്ടണമെങ്കിൽ താഴെയുള്ള ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി 2നെ നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3നെ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം നമുക്ക് 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ 1നെയും ന്യൂമറേറ്ററിനെയും ഏതുകൊണ്ടാണോ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ചെയ്യണം. സോ നമുക്കിവിടെ 2 × 3 6 എന്നും 1 × 3 3 എന്നും 3/6 എന്ന് കിട്ടി. നിങ്ങൾ 3നെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3 × 2 6 ആണ്. 1 × 2 ചെയ്യുക, 2/6 എന്ന് കിട്ടി. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ലേ? 3/6 പ്ലസ് 2/6 ചെയ്യുക, എത്രയാണ്? 5/6. 5/6 ആണ് കിട്ടുന്നത്. കോളത്തിൽ എവിടെയാണ് 5/6 നൽകിയിട്ടുള്ളത്? ആദ്യത്തെ തന്നെയാണ് അല്ലേ? സോ ഒന്നാമത്തേത് ആദ്യത്തെ തന്നെയാണ് വരുന്നത്. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1/3 പ്ലസ് 1/5 ആണ്. താഴേക്ക് മാറ്റി എഴുതാം 1/3 പ്ലസ് 1/5 എന്ന്. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. 3നെ നിങ്ങൾ × 5ഉം ചെയ്യുക, 5നെ × 3ഉം ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം 3 × 5 1 × 5 ചെയ്യാം. അപ്പോൾ നമുക്ക് 5/15 എന്ന് കിട്ടും. ഓക്കെ, 5/15 കിട്ടി. ഇനി 5നെ നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1നെയും 3 കൊണ്ട്. അപ്പോൾ നമുക്ക് 3/15 എന്നും കിട്ടും. കൂട്ടിക്കൂടെ കൂട്ടാം. 5 + 3 ചെയ്യുക, 8 ആണ്. 8/15 8/15 എന്ന് നിങ്ങൾക്ക് കോളത്തിൽ കാണാം. മാച്ച് ചെയ്യേണ്ടത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1/3 പ്ലസ് 1/4 ആണ്.
1/3 + 1/4. ആദ്യം എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. അതിന് നിങ്ങൾ 4നെ ഇൻറ്റു 3യും 3നെ ഇൻറ്റു 4ഉം ചെയ്താൽ മതി. 3നെ 4 കൊണ്ട് ഗുണിക്കാം. 1നെയും നിങ്ങൾ ഗുണിക്കാൻ മറന്നു പോകരുത്. 1 ഇൻറ്റു 4 3 ഇൻറ്റു 4 4/12 എന്ന് കിട്ടി. ഇനി 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3/12 എന്ന് കിട്ടി. ഡിനോമിനേറ്റേഴ്സ് സെയിം ആയല്ലോ. മുകളിലുള്ളത് മാത്രം കൂട്ടിയാൽ മതി. 4 + 3 7 ആണ്. 7/12 എന്ന് കിട്ടി. ഇവിടെ ഏതാണ് 7/12? അതിലേക്ക് വരച്ച് കൊടുക്കുക. സോ നമുക്ക് ആൻസർ വരുന്നത് എം. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 4 ബി ക്വസ്റ്റ്യൻ ഉണ്ട്. എ വെസൽ കണ്ടെയ്ൻസ് 5 ലിറ്റർ ഓഫ് മിൽക്ക്. ഒരു പാത്രത്തിൽ 5 ലിറ്റർ മിൽക്ക് ഉണ്ട്. 1 part of the milk is taken by Hari when it is divided into 6 equal parts and 1 part of the milk is taken by Sudha when it is divided into 3 equal parts. 5 ലിറ്റർ മിൽക്ക് ഉണ്ട്. അതിനെ 6 പാർട്ട് ആക്കിയപ്പോൾ അതിലൊരു പാർട്ട് ആരെടുത്തു? ഹരി എടുത്തു. പിന്നെ അത് 3 പാർട്ട് ആക്കിയതിൽ ഒരു പാർട്ട് സുധയും എടുത്തു എന്നാണ് പറയുന്നത്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ഹരി ടേക്ക്? ഹരി എത്ര ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആണ് എടുത്തിട്ടുണ്ടാവുക? ഇവിടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹരി എടുത്തിട്ടുള്ളത് 5 ലിറ്ററിനെ 6 പാർട്ട് ആക്കിയതാണ്. ഓക്കെ, 5/6 ആണ്. അടുത്തത് സുധ എടുത്തിട്ടുള്ളത് 5 ലിറ്ററിലെ 3 ഭാഗം ആക്കിയതാണ്. 5/3 ആണ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഡിഡ് സുധ ടേക്ക് ആണ്. 5/3 ആണ് വരിക. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ദേ ടേക്ക് ടുഗദർ? അവർ 2 പേരും കൂടി എത്ര മിൽക്കാണ് എടുത്തിട്ടുണ്ടാവുക? രണ്ടാൾക്കും കൂട്ടിയാൽ മതിയല്ലോ. 5/3 + 5/6. കൂട്ടണമെങ്കിൽ നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം ആക്കണം എന്ന്. ഇവിടെ 5/6 + 5/3 എന്നാണ്. സെയിം ആണോ? അല്ല. പക്ഷെ നമുക്ക് സെയിം ആക്കാൻ പറ്റുമോ? പറ്റും. 5/3ലെ 3നെ നമുക്ക് 6 ആക്കാൻ പറ്റും അല്ലേ? എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്താൽ മതി. ഡിനോമിനേറ്ററിനെ ചെയ്താൽ ന്യൂമറേറ്ററിനെയും ചെയ്യണം, ഇൻറ്റു 5ഉം ചെയ്യാം. സോ നമുക്ക് 5/6നെ അതേപോലെ എടുത്തെഴുതാം. പ്ലസ് 5 ഇൻറ്റു 2 എത്രയാണ്? 10 ആണ്. 3 ഇൻറ്റു 2 6 ആണ്. 5/6 + 10/6. മുകളിലുള്ളത് മാത്രം കൂട്ടുക. 5 + 10 15 ആണ്. /6 15/6 ആണ് സിയുടെ ഉത്തരം വരുന്നത്. അടുത്ത ഡി. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? താഴെ നൽകിയവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് 1 part of 10 is divided by 6 is 6/10. ഡിവൈഡഡ് ബൈ 6 എന്നാണ് പറയുന്നത്. 10 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 10/6 ആണ്. 6/10 അല്ല വരിക. സോ ഇത് തെറ്റാണ്. അടുത്തത് ബി. വെൻ 6 ഈസ് ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്ട് 1 പാർട്ട് ഈസ് മോർ ദാൻ 1. ചോദിച്ചിട്ടുള്ളത് 6/10 ഒന്നിനെക്കാട്ടിലും വലുതാണോ എന്നാണ്. ഇത് നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ന്യൂമറേറ്റർ ആണോ ഡിനോമിനേറ്റർ ആണോ വലുത്? ന്യൂമറേറ്റർ ചെറുതാണ് അല്ലേ? ഇവിടെ ന്യൂമറേറ്റർ ആണ് ചെറുത്. ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ ഒന്നിനെക്കാട്ടിലും ലെസ് ആണിത്. ഓക്കെ, ന്യൂമറേറ്റർ ആണ് ചെറുതെങ്കിൽ ഒന്നിനെക്കാട്ടിലും കുറവാണിത്. ഇനി ന്യൂമറേറ്റർ വലുതാണെങ്കിൽ, ഡിനോമിനേറ്ററെക്കാട്ടിലും ന്യൂമറേറ്റർ വലുതാണെങ്കിൽ ഇത് മോർ ദാൻ 1 ആണ്. ആ ഒരു കാര്യം ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സോ ഇവിടെ നമ്മുടെ ആൻസർ പറയുന്നത് തെറ്റാണ്. ഒന്നിനെക്കാട്ടിലും വലുതല്ല 6/10, കാരണം ഇവിടെ ന്യൂമറേറ്റർ ചെറുതാണ്. അടുത്തത് സി. 1 part of 10 divided by 6 and 1 part of 5 divided by 3 is the same. പറയുന്നത് 10/6ഉം 5/3ഉം സെയിം ആണെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് 10/6 എന്തിന് ഈക്വൽ ആണ്? 5/3ക്ക് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ആണല്ലേ? 5/3യുടെ ഡബിൾ ആണ് 10/6. സോ ഇത് ശരിയാണ്. ഇത് രണ്ടും തുല്യമാണ്. ഓപ്ഷൻ സി ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. അടുത്തത് ഡി നോക്കിക്കേ. 10/6 ഈസ് ലെസ് ദാൻ 1. 10/6 ഒന്നിനെക്കാട്ടിലും കുറവാണ് എന്നാണ്. അല്ലല്ലേ? കാരണം ഇവിടെ ന്യൂമറേറ്റർ വലുതാണ്. ന്യൂമറേറ്റർ ആണ് വലുതെങ്കിൽ അത് ഒന്നിനെക്കാട്ടിലും കൂടുതലാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഡിയും തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദി ഗിവൺ പാറ്റേൺ, ഷെയ്ഡ് ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. താഴെ നൽകിയിട്ടുള്ള ചിത്രം വരച്ച് ഷെയ്ഡ് ചെയ്യാനാണ്. ചിത്രത്തിൽ നോക്കിക്കേ, എത്ര പോയിന്റ്സ് ആണ് ഈ ഒരു സർക്കിൾ ഉള്ളത്? 5 പോയിന്റ്സ് ആണ് അല്ലേ? നിങ്ങൾ ഇവിടെ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റേഡിയസിൽ സർക്കിൾ വരയ്ക്കാവുന്നതാണ്. എന്നിട്ട് ഇവിടെ 5 പോയിന്റ്സ് ആണല്ലോ സർക്കിളിൽ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്. സോ 360 ഡിഗ്രി ആണ് ഒരു സർക്കിൾ ഉണ്ടാവുക. അതിനെ 5 പാർട്ട് ആക്കണം നിങ്ങൾ. 360 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 72 എന്ന് കിട്ടും. 72 ഡിഗ്രിയിലാണ് നിങ്ങൾ ഈ ഒരു ചിത്രം വരയ്ക്കേണ്ടത്. സർക്കിൾ റേഡിയസ് വരയ്ക്കുക. എന്നിട്ട് ആംഗിൾ 72 ഡിഗ്രി വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 5 പാർട്ട് കിട്ടും. ഓക്കെ, ഈ 5 പാർട്ടിൻ്റെയും ഈ ഒരു കുത്തിൽ വെച്ചിട്ട് നിങ്ങൾ വരകൾ യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് പോലെ ഈ ഒരു ഇമേജ് കിട്ടും. നടുവിലുള്ള ഈ ലൈൻസില്ലേ, നമ്മൾ ആദ്യം വരച്ച് ഈ ലൈൻസ് മായ്ച്ച് കളയാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്.
ഓക്കെ, ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ 5 പോയിന്റ് ഉള്ള ഈ ഒരു ഇമേജ് ആണ്. എക്സാക്റ്റ് ഇതല്ല. നിങ്ങൾക്ക് യോജിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്കെയിലോ ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. നടുവിൽ ഒരു സ്റ്റാറും വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇമേജ് ആയി. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. ദ ഫിഗർ ഗിവൺ ഹിയർ ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. വൈ? താഴെ നൽകിയത് ഒരു റെക്റ്റാങ്കിൾ അല്ല. കാരണം എന്ത്? കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം അല്ല. ഒരു റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ തുല്യമായിരിക്കും. ഇവിടെ തുല്യമാണോ? അല്ല. അതുകൊണ്ടാണ് ഇതൊരു റെക്റ്റാങ്കിൾ അല്ല എന്ന് പറയാൻ കാരണം. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ദെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. അവരുടെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ അല്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 6. ദി ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് 96 സ്ക്വയർ സെന്റിമീറ്റർ. ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ 96 സ്ക്വയർ സെന്റിമീറ്റർ ആണ് നൽകിയിട്ടുണ്ട്. ദ വോളിയം ഓഫ് എ റെക്റ്റാങ്കിൾ ബോക്സ് ഹാവിംഗ് ദി സെയിം ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഈസ് 96 ക്യൂബിക് സെന്റിമീറ്റർ. ഈ ഒരു റെക്റ്റാങ്കിളിന്റെ വോളിയം നൽകിയിട്ടുണ്ട് 96 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബോക്സ്? ഹൈറ്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ റെക്റ്റാങ്കിളിന്റെ ഏരിയ നൽകിയിട്ടുണ്ട്, വോളിയവും നൽകിയിട്ടുണ്ട്. റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. വോളിയം കാണാനുള്ള ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. വോളിയം ഇവിടെ 96 ആണ് നൽകിയിട്ടുണ്ട്. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്നത് 96 ആണെന്ന് നൽകിയിട്ടുണ്ട്. ഇൻറ്റു എച്ച് ആണ് നമുക്ക് കാണേണ്ടത്. 96 ഈസിക്കൽ ടു 96നോട് ഏത് ഇൻറ്റു ചെയ്താലാണ് 96? ഇൻറ്റു 1 ആണ്. സോ ഇവിടെ വരുന്നത് ഹൈറ്റ് 1 എന്നാണ്. അടുത്തത് ബി. ദെയർ ഈസ് 2,50,000 liters of water in a rectangular swimming pool. റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളിൽ 2,50,000 liters of water ഉണ്ട്. ഇറ്റ് ഹാസ് 2 meters ഡെപ്ത് ആൻഡ് 10 meters വിഡ്ത്ത്. അതിന് ഡെപ്ത് 2 meters ആണ്, 10 meters ആണ് വിഡ്ത്ത്. ഇഫ് ദി പോണ്ട് ഈസ് ഹാഫ് ഫുൾ ഓഫ് വാട്ടർ, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി പോണ്ട്? നമുക്ക് പോണ്ടിന്റെ ലെങ്ത് ആണ് കാണേണ്ടത്. ആദ്യം ഇവിടെ എന്തൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് നോക്കാം. ഇവിടെ എത്ര ലിറ്റർ വെള്ളമാണുള്ളതെന്ന് നൽകിയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ എത്ര ലിറ്റർ ആണ് വെള്ളം നൽകിയിട്ടുണ്ട്? 2,50,000 liters ആണ്. നമുക്കിതിനെ മീറ്റേഴ്സിലേക്ക് മാറ്റണം. കാരണം ഇവിടെ ഡെപ്തും പിന്നെ വിഡ്ത്തും ഒക്കെ മീറ്റേഴ്സിലേക്കാണ് നൽകിയിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ലിറ്റേഴ്സിനെ മീറ്ററിലേക്ക് മാറ്റണം. ലിറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 250 എന്ന് കിട്ടി. ആദ്യം ചെയ്തത് 2,50,000 ലിറ്റേഴ്സിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാറ്റാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. നമുക്ക് 250 ക്യൂബിക് മീറ്റർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ വെള്ളം പകുതിയാണുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉള്ള ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഡെപ്ത് ഇവിടെ 2 meters നൽകിയിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്, അതായത് 1. സോ നമുക്ക് ആൻസർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 × 10 10 ആണ്. 250 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. 25 ആണ് ആൻസർ വരുന്നത്. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. സം വാട്ടർ ഫ്രം ദിസ് പോണ്ട് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. ഈ പോണ്ടിലുള്ള കുറച്ച് വെള്ളം കൃഷിക്കായിട്ട് ഉപയോഗിച്ചു. നൗ ദി വാട്ടർ ഇൻ ദി പോണ്ട് ഈസ് 40 centimeter ഹൈ. ഇപ്പോൾ പോണ്ടിലുള്ള വെള്ളം 40 centimeter ഹൈറ്റിലാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കാൽക്കുലേഷൻ ഫോർ ദി വോളിയം ഓഫ് വാട്ടർ ഇൻ ദി പോണ്ട്? ഈ ഒരു വോളിയം കാണാൻ, ഈ പോണ്ടിലെ വെള്ളത്തിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ താഴെ നൽകിയതിൽ ഏതാണ്? നമുക്കറിയാം വോളിയം കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് 40 centimeters ആണെന്ന്. ലെങ്ത് നമ്മൾ തൊട്ട് മുകളിലുള്ള ക്വസ്റ്റ്യനിൽ കണ്ടെത്തിയിട്ടുണ്ട് 25 ആണെന്ന്. പിന്നെ വിഡ്ത്ത് 10 ആണെന്ന് ക്വസ്റ്റ്യനിൽ തൊട്ട് മുകളിലുള്ള ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. വോളിയം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത് തൊട്ട് മുകളിലെ ക്വസ്റ്റ്യനിൽ നമ്മൾ 25 ആണെന്ന് കണ്ടെത്തി. വിഡ്ത്തും തൊട്ട് മുകളിലെ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട് 10 ആണെന്ന്. പിന്നെ ഹൈറ്റ് ഇപ്പോൾ എന്താണ്? 40 centimeter ആണ് നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഹൈറ്റ് മാത്രമാണ് സെൻറ്റിമീറ്ററിലുള്ളത്, ബാക്കിയൊക്കെ മീറ്ററിലാണ്. ലെങ്ത്തും വിഡ്ത്തും മീറ്ററിലാണുള്ളത്. നമുക്കതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ഇൻറ്റു 100 ചെയ്താൽ മതി. 25 × 100 ചെയ്യുക. ഇൻറ്റു ചെയ്യാൻ സിമ്പിളാണ്. 2 zeros ഇട്ട് കൊടുത്താൽ മതി. 25 കഴിഞ്ഞിട്ട് 2 zeros, അതായത് 2500 വരും. 10 കഴിഞ്ഞിട്ട് 2 zeros 1000 വരും. പിന്നെ 40 ചെയ്യണം എന്നില്ലാതെ ഓൾറെഡി സെൻറ്റിമീറ്ററിലാണുള്ളത്. ഇവിടെ 2500 × 1000 × 40 എന്ന് കിട്ടി. ഇപ്പോൾ ഇത് സെൻറ്റിമീറ്ററിലാണുള്ളത്. നമുക്ക് വോളിയം കാണുമ്പോൾ അത് ലിറ്ററിലേക്ക് മാറ്റണം. ലിറ്ററിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 1000 ആണ് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2500 × 1000 × 40 ഡിവൈഡഡ് ബൈ 1000 ആണ്. അതായത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നത്. 6ാം ക്ലാസ്സിൻ്റെ മറ്റ് സബ്ജക്റ്റിൻ്റെയും പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ആക്കുന്നതാണ്. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി.
So that's all. Thank you.